അങ്ങനെ എൻ്റെ തിരക്ക് പിടിച്ച 4ാമത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ ഒരുപാട് വൈകി ഉറക്കത്തിൽ നിന്ന് എണീറ്റ്. ഇന്നലെ രാത്രി ഒരുപാട് വൈകിയാണ് കിടന്നത്. ഞാൻ എണീറ്റിൻ്റെ പുറകെ തന്നെ ഒരാൾ എണീറ്റ് വന്നിട്ടുണ്ട്. ആൾക്ക് ഉറക്കമൊന്നും മതിയായിട്ടില്ല. ഇന്നലെയും കൂടി ആയപ്പോൾ ഇപ്പോൾ 3ാമത്തെ ദിവസമാണ് വൈകി കിടക്കണേ. ഞാനിക്കായി നല്ലോണം ടയേർഡായിട്ടുണ്ട്. ഇന്ന് രാവിലെ എണീറ്റിട്ട് ഭയങ്കര തലവേദനയായിരുന്നു. ഞാനാണെങ്കിൽ പൊതച്ച് മൂടി സുഖമായിട്ട് കിടന്നുറങ്ങാം. പക്ഷേ ഇന്ന് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എണീപ്പിക്കേണ്ടി വന്നു. ഇരിക്കാണ്ട് അവൾ ഡ്രസ്സൊക്കെ ഇട്ട് പോകണേ. ഇനി ഫുഡൊക്കെ കഴിച്ച് കുളിച്ച് കഴിഞ്ഞ് പോകുമ്പോഴത്തേക്ക് ഒരുപാട് സമയം എടുക്കും. അപ്പോഴത്തേക്കും അവിടെ തിരക്കായിട്ടുണ്ടാവും. ഒരാളെ മാത്രം കൊണ്ടുപോകണോണ്ട് വേഗം പോയിട്ട് വരികയും വേണം. ഇതാന് ഭയങ്കര ഇഷ്ടമാണ് കാറി കയറി എവിടെയൊക്കെ പോകുന്നത്. ഞങ്ങൾ വീടിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ദൂരം പോയി കഴിഞ്ഞൊരു ഹെൽത്ത് ഉണ്ട്. ഇവർക്ക് 6 മാസം ആവാറായപ്പോൾ മുതൽ അവിടെയാണ് ഞങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുവരെ ഇവരെ ഇടയ്ക്കിടയ്ക്ക് കോലഞ്ചേരിയിൽ കൊണ്ടുപോകണമായിരുന്നു. ഇവിടെയാണ് ഇവർക്ക് വാക്സിനൊക്കെ എടുക്കാൻ വരാറ്. ഫുഡ് കഴിക്കാൻ കുറച്ച് മടിയായതുകൊണ്ട് കുറച്ച് വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടായിട്ട്. എന്തായാലും വേറെ കുഴപ്പമൊന്നും ആക്കില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. തിരിച്ചു പോരാൻ നേരത്ത് ഞങ്ങൾക്ക് കഴിക്കാനായിട്ട് മാഗി കാണിച്ചിട്ടുണ്ട്. ആക്ച്വലി എൻ്റെ ഒരു ഫുഡ് എന്നല്ല, ബട്ട് ഹി മെയ്ഡ് മീ ഫുഡ്. സ്പോയിൽ മീ ഗൈസ്, ഐ എം ഷുവർ അബൌട്ട് ഇറ്റ്. ഫുഡ് കഴിക്കാൻ നേരത്തുള്ള അവൻ്റെ ഡ്രാമ തുടങ്ങിയിട്ടുണ്ട്. ഒരാളാണെങ്കിൽ ഫുഡ് കഴിച്ച് കരഞ്ഞ് ക്ഷീണിച്ചു പോയി. കിടപ്പ് കണ്ടതൊന്ന് മൊത്തം തിന്നുന്നു. ഇതിന് പകുതി ഭാഗം കമ്പി കഴിഞ്ഞ ശേഷം കിടപ്പ് കണ്ടു ചെയ്തിട്ട്. അങ്ങനെ ഇന്നത്തെ ഫുഡടി ഇങ്ങനെ അവസാനിച്ച്. പിന്നെ ബെഡ്ഷീറ്റൊക്കെ മാറി വേറെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴേക്കും ഞാൻ നേരെ വാക്കപ്പുറത്തേക്ക് പോയി. ദിസ് ഈസ് മൈ മോസ്റ്റ് ഫേവറേറ്റ് പ്ലേസ് ഹിയർ. ഇവിടെ ഇരിക്കുമ്പോൾ ഭയങ്കര പീസ്ഫുള്ളാണ്. മുമ്പിലത്തെ മുറിയുടെ അടുത്ത് തന്നെയാണ് ഇങ്ങോട്ടേക്കുള്ള ഡോറ്. കോവക്കയുടെ വള്ളിയുണ്ട് പടർത്തിയിട്ടാണ്. ഇതിന് ഒരുപാട് കോവക്ക ഞങ്ങൾ പറിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ചുറ്റും മരങ്ങളാണ്. അത് കാണാൻ നല്ല രസമാണ്. അതിൻ്റെ കൂടെ വൈകുന്നേരത്തെ സൂര്യനും കൂടി ഇപ്പോൾ സീൻ അടിപൊളിയാണ്. പക്ഷേ അത് ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് കുഞ്ഞിനെ വെച്ചാൽ ഇപ്പോൾ അപ്പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ രാത്രി കുറച്ച് അവരുടെ കൂടെ ഇരുന്ന് കളിച്ച് ഫുഡൊക്കെ കൊടുത്ത് കുളിപ്പിച്ച് ഡ്രസ്സ് മാറി. ഡ്രസ്സൊക്കെ ഇപ്പോൾ ഇതുപോലെ ഒരു ബോക്സിൽ വെച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ കാക്കാനോട് 2 ബോക്സ് അതുപോലെ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ എനിക്ക് അങ്ങനത്തെ 2 ബോക്സ് ഉണ്ടാക്കി തന്നിട്ടുണ്ടായി. 2 ദിവസം ഇതിങ്ങനെ ഇരിക്കുന്നു. എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ട് ഇതിലേക്കൊന്നും നിർത്തി വയ്ക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ എനിക്കൊരു ഷെൽഫ് ഉണ്ടാക്കി തരാൻ പറഞ്ഞില്ലേ. ആ ഷെൽഫാണ് ഇത്. ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതെനിക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. നമ്മൾ എവിടെയെങ്കിലൊക്കെ പോകാനായിട്ട് റെഡി ആകുമ്പോൾ ഓരോ സാധനങ്ങൾ എടുക്കാനായിട്ട് ഓരോ പ്രാവശ്യം തുറന്നടക്കേണ്ട ആവശ്യമില്ല. അൽമാരിയുടെ അതേ കളറിൽ തന്നെ എനിക്ക് ചെയ്തു തന്നെ കേട്ടോ. അങ്ങനെ ഞാൻ ആ ബോക്സിൽ ഇവരുടെ പുറത്തൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യുന്ന പുതിയ ഡ്രസ്സുകൾ എടുത്തു വെച്ച് ഒരെണ്ണം ഞാൻ ഇപ്പോൾ എടുത്തിട്ടില്ല കേട്ടോ. അതിൽ വയ്ക്കാൻ തൽക്കാലം സമയമല്ല. ഇത് കഴിഞ്ഞിട്ട് ഇനി അവർ ഉറക്കിയിട്ട് വേണം ഞങ്ങൾക്ക് കിടക്കാൻ. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം കാണാം.